നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെക്കേ ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി കേന്ദ്രങ്ങൾ. ഒന്ന് കർണാടകയാണ്, രണ്ടാമത് തെലങ്കാനയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസ്സിന് വലിയ സ്വാധീനമില്ല. കേരളത്തിൽ തീർച്ചയായും കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനമൊക്കെ ഉണ്ട്, പക്ഷേ അധികാരത്തിൽ വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമനുസരിച്ച് ഓരോ 5 വർഷം കൂടുന്തോറും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFും CPM നേതൃത്വം നൽകുന്ന LDFുമാണ് അധികാരത്തിൽ വരാറ്. എന്നാൽ ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിവ് തെറ്റിച്ചുകൊണ്ട് ഇടതുമുന്നണി തുടർഭരണം നേടി. അത് തീർച്ചയായും കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യമാണ് എന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഒരു ഭാഗത്തുണ്ട് എങ്കിലും കേരളം ഒഴിച്ചു നിർത്തിയാൽ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് കോൺഗ്രസ്സിന് ഇപ്പോൾ തെലങ്കാനയിലും അതുപോലെ തന്നെ കർണാടകയിലുമാണ്. പക്ഷേ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള സംഘടനാപരമായ വെല്ലുവിളികൾ കോൺഗ്രസ് നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കർണാടകയിൽ സിദ്ധരാമയ്യയും അതുപോലെ തന്നെ DK ശിവകുമാറും തമ്മിലുള്ള ഒരു വലിയ അധികാര വടംവലി നടക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും സിദ്ധരാമയ്യ സർക്കാർ താഴെ പോകാം. ഏത് നിമിഷം വേണമെങ്കിലും കോൺഗ്രസിൽ നിന്ന് MLA മാർ രാജിവെച്ച് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. കാരണം അവിടെ വലിയ രീതിയിലുള്ള സംഘർഷം നടക്കുകയാണ്. 2.5 വർഷം സിദ്ധരാമയ്യ, 2.5 വർഷം DK ശിവകുമാർ എന്നിങ്ങനെയാണ് അവിടെ അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് ഉള്ളിലുണ്ടായ ആ ഒരു ഫോർമുല. പക്ഷേ ആ ഫോർമുല ഇപ്പോൾ പല ഗ്രൂപ്പുകളും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സിദ്ധരാമയ്യ സ്ഥാനമൊഴിഞ്ഞാൽ ആ കസേരയിലേക്ക് കയറിയിരിക്കാൻ DK ശിവകുമാർ മാത്രമല്ല മറ്റു ചില നേതാക്കളും തയ്യാറായി ഇരിക്കുകയാണ് എന്ന ഒരു സാഹചര്യം ഇപ്പോൾ കർണാടകയിലുണ്ട്. മാത്രമല്ല, ഈ സിദ്ധരാമയ്യ 2.5 വർഷം കഴിഞ്ഞ് ഒഴിയുമ്പോൾ KPCC പ്രസിഡന്റ് കൂടിയായ DK ശിവകുമാർ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക. ഉപമുഖ്യമന്ത്രിയാണ്, സർവ്വ അധികാരങ്ങളോടും കൂടിയുള്ള ഒരു ഉപമുഖ്യമന്ത്രിയാണ് ഇപ്പോൾ DK ശിവകുമാർ. മാത്രമല്ല, പാർട്ടിയിൽ PCC അധ്യക്ഷൻ എന്ന സ്ഥാനം കൂടി കൈവശം വച്ചിരിക്കുന്നു. ഇത് നല്ലതല്ല എന്നും PCC അധ്യക്ഷ സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറണമെന്നും അല്ലെങ്കിൽ ഡെപ്യൂട്ടി CM അഥവാ ഉപമുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് നിന്നും രാജിവെക്കണമെന്നും ഒക്കെയുള്ള അഭിപ്രായം DK ശിവകുമാറിനെതിരെയും ഉയരുന്നുണ്ട്. എന്തായാലും 2-3 വിഭാഗങ്ങളായി തിരിഞ്ഞ് കർണാടകയിൽ തമ്മിലടിക്കുകയാണ് കോൺഗ്രസ്. അടുത്തൊരു തെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായും അവിടെ കോൺഗ്രസിൻ്റെ കാര്യം പരിങ്ങലിലാകും. മാത്രമല്ല, ഈ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നിരവധി MLA മാർ രാജിവെച്ച് പുറത്തുപോയാൽ അവിടെ ഒരു ഓപ്പറേഷൻ താമരയ്ക്കുള്ള സ്കോപ്പുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കർണാടകയുടെ സ്ഥിതിവിശേഷം ഇങ്ങനെയാണ് എങ്കിൽ തെലങ്കാനയുടെ സ്ഥിതിവിശേഷം ഇതിലും മോശമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രേവന്ത് റെഡ്ഡിയുടെ അധ്യക്ഷതയിലാണ് അവിടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. അതായത് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയും രേവന്ത് റെഡ്ഡി തന്നെയാണ്, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും രേവന്ത് റെഡ്ഡി തന്നെയാണ്. അതായത് TPCC അധ്യക്ഷനും പ്രസിഡന്റും രേവന്ത് റെഡ്ഡി തന്നെയാണ്. ഇതിൽ ചില നേതാക്കൾക്ക് മുറുമുറുപ്പുണ്ട്. മാത്രമല്ല, തെലങ്കാനയിൽ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് TRSൽ നിന്നും ഏതാനും ചില നേതാക്കൾ, ഒരു വലിയ വിഭാഗം നേതാക്കൾ പാർട്ടി മാറി ഈ കോൺഗ്രസിലേക്ക് വന്നിരുന്നു. അതാണ് കോൺഗ്രസിനെ തെലങ്കാനയിൽ ഭരണത്തിൽ എത്തിച്ചതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു ഘടകം. അതുകൊണ്ട് തന്നെ ആ നേതാക്കൾക്ക് പാർട്ടി വല്ലാതെ വിധേയമാവുകയാണ്. ഉദാഹരണത്തിന് റവന്യൂ മിനിസ്റ്റർ ശ്രീനിവാസ് റെഡ്ഡി ഈ മന്ത്രിസഭയിൽ ഒരു ഏകാധിപതിയെ പോലെ പെരുമാറുന്നു എന്നാണ് ചില കോൺഗ്രസ് MP-മാരുടെ അടക്കം പറച്ചിൽ. അവർ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയോട് പരാതിപ്പെടുന്നു, അഖിലേന്ത്യാ നേതൃത്വത്തോട് പരാതിപ്പെടുന്നു, എന്നിട്ടും യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ ഒരു പ്രത്യേക ബ്ലോക്കായി യോഗം ചേർന്നിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ വാർത്ത. അതായത് 18 MLA-മാരുടെ യോഗം ഈ ഒരു MLA, അതായത് ഹൈദരാബാദിലെ ഒരു ഗന്ധിപ്പേട്ടിൽ വെച്ച് അനുരദ് റെഡ്ഡി എന്ന് പറയുന്ന ഒരു MLA-യുടെ ഫാം ഹൗസിൽ ചേരാനാണ് പദ്ധതിയിട്ടത്. പക്ഷേ 18 MLA-മാർ പങ്കെടുത്തില്ല. അതിനു പകരം 12 MLA-മാർ പങ്കെടുത്തു. ഈ 12 MLA-മാരുടെയും പരാതി എന്നത് അവരുടെ ശുപാർശ കത്തുകളൊന്നും സർക്കാരിലെ ഉതിർന്ന ഉദ്യോഗസ്ഥന്മാരോ മന്ത്രിമാരോ പരിഗണിക്കുന്നില്ല. മാത്രമല്ല, മന്ത്രിമാർ പല പദ്ധതികളിലും കമ്മീഷൻ വാങ്ങുന്നു. ഈ രീതിയിൽ പല ബില്ലുകളും അപ്രൂവ് ചെയ്യാനായി താമസമെടുക്കുന്നു. ഇങ്ങനെയുള്ള പല ആരോപണങ്ങളും തെലങ്കാനയിലെ കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അതേ പാർട്ടിയിലെ MLA-മാർ തന്നെ ഉന്നയിക്കുകയാണ്. ഇതാണ് തെലങ്കാനയിൽ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷേ അവിടെ ഭരണപരമായ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം 119 അംഗ നിയമസഭയാണ് അവിടെ ഉള്ളത്. 60 MLA-മാരുടെ പിന്തുണയാണ് അവിടെ
ഭരണത്തിന് വേണ്ടത്. ഇപ്പോൾ തന്നെ കോൺഗ്രസിന് ഏതാണ്ട് 76ഓളം MLA-മാരുടെ പിന്തുണയുണ്ട്. 75 കോൺഗ്രസ് MLA-മാരും 1 CPI MLA-മാരും ഭരണത്തെ പിന്താങ്ങുന്നുണ്ട്. ഈ പറയുന്ന 12 MLA-മാർ കൊഴിഞ്ഞു പോയാൽ പോലും അവിടെ കേവല ഭൂരിപക്ഷം പാർട്ടിക്ക് നഷ്ടപ്പെടില്ല. പക്ഷേ അവിടെ വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയാൽ പാർട്ടി നിലംപരിശാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഒരു തുടർഭരണത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വയ്യ. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ കർണാടക തെരഞ്ഞെടുപ്പായാലും തെലങ്കാന തെരഞ്ഞെടുപ്പായാലും അവിടെ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ്സിന് വിജയസാധ്യതയുണ്ട് എന്ന് പാർട്ടി പോലും ചിന്തിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് തെക്കേ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ അധീശത്വം ഇതാ നഷ്ടമാകുന്നു. കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ പോലും കർണാടകയും അടുത്ത് തെലങ്കാനയും 2 വലിയ സംസ്ഥാനങ്ങൾ കോൺഗ്രസ്സിന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ഒരു ഭീതി, എന്ന ഒരു ആശങ്ക കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ട്. ആകപ്പാടെ കയ്യിലുള്ള 2 വലിയ സംസ്ഥാനങ്ങളാണ്. അത് സമീപ ഭാവിയിൽ നഷ്ടപ്പെട്ടാൽ തീർച്ചയായും നരേന്ദ്രമോദിയുടെ കരങ്ങൾക്കത് ശക്തി പകരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഈ പറയുന്ന സംസ്ഥാനങ്ങളിലെ സംസ്ഥാന നേതൃത്വവുമെല്ലാം വലിയ ആശങ്കയിലുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.